بسم الله الرحمن الرحيم. السلام عليكم أحبائي الأعزاء، مرحبا. أتمنى لكم الصحة والعافية. طلابي، كما أنتم تعرفون عندكم واجبة منزلية. نلاحظ الجمل ونكمل. പേജ് നമ്പർ 17 ഇവിടെ നറ ലഫ്ളൈനി ഫിൽ ഖൗസൈൻ ഖാഫ വ ത്വാറ. ജാഅ അസദുൻ ഫ എന്നിടത്താണ് സറാഫ എന്ന ഫായിലിനു വേണ്ടി ഖാഫ എന്ന ഫിയലിനെ മുഅന്നസാക്കി എഴുതേണ്ടത്. എങ്ങനെയാണ് നിങ്ങളത് ചിട്ടപ്പെടുത്തിയത്? മുംതാസ്, ഖാഫത്ത് എന്നാണ് നിങ്ങൾ എഴുതിയത്. ഉത്തരം ശരിയാണ്. ജാഅ അസദുൻ ഫഖാഫത്തി സറാഫ. ശരി. അടുത്ത വാചകം എങ്ങനെയാണ് ക്രമീകരിച്ചത്? ജാഅ സഅലബു ഫ ത്വാറദ്ദീകു. കുറുക്കൻ വന്നു, അപ്പോൾ പൂവൻ കോഴി പറന്നു. പൂവൻ കോഴി ദീഖ് മുദക്കറായതുകൊണ്ട് ത്വാറ എന്ന് തന്നെ നിലനിർത്തി. ഇനി പേജ് 18 മനോഹരമായ ഒരു കവിതയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഫി ഖുർബിഹൽ അമാനു. ഈ പദ്യഭാഗം ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലെ പെൻസിൽ കൊണ്ട് പരിചയമില്ലാത്ത വാക്കുകൾക്ക് താഴെ വരയിടണം. തമാം. ദഅനി അഖ്റഅ. അന ഉഹിബ്ബു ഉമ്മി ഫഹിയ തുസീലു ഹമ്മി ഫീ ഖൽബിഹൽ ഹനാനു വൽ അത്ഫു വൽ ഇഹ്സാനു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ. അസ്ആ ഇലാ റിളാഹാ വബിർറിളാ അൽഖാഹാ ഔസാ ബിഹർ റഹ്മാനു ഫീ ഖുർബിഹൽ അമാനു വഫദ്ലുഹാ കസീറുൻ വഹഖ്ഖുഹാ കബീറുൻ ഫഅദ്ഉ ലഹാ ബിസ്സഅദി ഫീ ഖുർബിഹാ വൽ ബഅദി. അന ഉഹിബ്ബു ഉമ്മി. അന ഉഹിബ്ബു ഉമ്മി ഫഹിയ തുസീലു ഹമ്മി. എല്ലാം വരയിട്ട് ഒക്കെ പൂർത്തിയായല്ലോ. ഓക്കെ. ഇനി പെൻസിൽ കൊണ്ട് അടിവരയിട്ട വാക്കുകളിൽ ഏതെങ്കിലും മഅനിൽ മുഫ്രദാത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കൊന്ന് നോക്കിയാലോ. ഫി ഖുർബിഹൽ അമാനു. ഇതിൽ നിങ്ങൾ അടിവരയിട്ട വാക്കുകൾ ഇതാ ഖുർബിഹ, പിന്നെ അൽ അമാനു. ഫി ഖുർബിഹ മഅന അവരുടെ സാമീപ്യത്തിലാണ്. അൽ അമാനു മഅന അമാൻ, സുരക്ഷിതത്വം. അന ഉഹിബ്ബു ഉമ്മി അറിയാമല്ലോ, നിങ്ങൾക്കറിയാവുന്നൊരു. അന ഉഹിബ്ബു ഉമ്മി എന്താ?
ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നു. ഫഹിയ, ഫഹിയ, ഹിയ മാന അവൾ. നമ്മുടെ മാതാവാകുമ്പോൾ നമ്മളൊന്ന് ബഹുമാനിച്ചുകൊണ്ട് അവർ എന്ന് പറയുന്നു. ഫഹിയ, അവർ. തുസീലു ഹമ്മി, ഇതിൽ അടിവരയിട്ട വാക്കുകൾ തുസീലു. മറ്റൊന്ന് ഹമ്മി. ഓക്കെ. ഫഹിയ, നേരത്തെ പറഞ്ഞതുപോലെ അവർ അഥവാ ഉമ്മ. തുസീലു, നീക്കുന്നു, നീക്കിക്കളയുന്നു, വിപാടനം ചെയ്യുന്നു. ഹമ്മി, എൻ്റെ ദുഃഖം. ഹമ്മ മഅന ദുഃഖം. ഫി ഖൽബിഹ അൽ ഹനാനു വൽ അത്ഫു വൽ ഇഹ്സാൻ. ഇവിടെ അടിവരയിട്ട വാക്കുകൾ ഇതൊക്കെയാണ്. അൽ ഹനാൻ, സുമ്മ അത്ഫ് വൽ ഇഹ്സാൻ. അത്ഫ് വൽ ഇഹ്സാൻ. അവരുടെ മനസ്സിൽ വാത്സല്യവും ദയയും നന്മയുമുണ്ട് എന്നാണ്. അസ്ആ ഇലാ റിളാഹ വബിർറിളാ അൽഖാഹ. ഇതിൽ അടിവരയിട്ട വാക്ക് ഏതാണ്? അസ്ആ. അസ്ആ, ഞാൻ ശ്രമിക്കും. പിന്നെ റിള, റിള മാന തൃപ്തി. ഒബിർറിള, ഒബിർറിള സംതൃപ്തിയോടെയാണ്. അൽഖാഹ, ഞാൻ അവരെ കണ്ടുമുട്ടാറുള്ളത്, മാതാവിനെ. അസ്ആ ഇലാ റിളാഹ, അവരുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും. ഒബിർറിള അൽഖാഹ, തൃപ്തിയോടെയാണ്, സംതൃപ്തിയോടെയാണ് ഞാൻ അവരെ അഭിമുഖീകരിക്കാറുള്ളത്. ഔസാ ബിഹർ റഹ്മാനു ഫി ഖുർബിഹൽ അമാനു. ഔസാ ബിഹർ റഹ്മാൻ. ഔസ മാന ഔസ, അടിവരട്ടിട്ടുണ്ടോ? ഔസ. ഔസ മാന ഏൽപ്പിച്ചു. ഔസ, ഔസ. ബിഹ, അതുകൊണ്ട് ഈ സംതൃപ്തമായ സമീപനം നിർവഹിക്കണമെന്ന് ഏൽപ്പിച്ചു. അർ റഹ്മാൻ, പരമകാരുണ്യവാനായ അള്ളാഹു. അതാണ് ഔസ ബിഹർ റഹ്മാനു ഫി ഖുർബിഹൽ അമാനു. ഫി ഖുർബിഹൽ അമാനു ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. ഓക്കെ. അടുത്ത വരി വഫളുഹാ കസീറുൻ വഹഖുഹാ കബീറുൻ. വഫളുഹാ, അടിവരയിട്ട വാക്ക് ഫള്. ഫള് മാന ഫള്, ശ്രേഷ്ഠത. വഫളുഹാ കസീറുൻ, അവരുടെ ശ്രേഷ്ഠത. കസീറുൻ, വസീറുൻ, ധാരാളമുണ്ട്. വഹഖുഹാ കബീറുൻ, അവരോടുള്ള കടപ്പാട്. കബീർ, മഹത്തരമാണ്, വലിയതാണത്. ഫളുൻ, ശ്രേഷ്ഠത. ഹഖുൻ, കടപ്പാട്. ഫ അദ്ഉ ലഹാ ബിസ്സഅദി. ഫ അദ്ഉ ലഹാ ബിസ്സഅദി. അടിവരയിട്ട വാക്കുകൾ ഏതൊക്കെയാണ് മക്കളെ? ഫ അദ്ഉ, 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 ഞാൻ ദുആ ചെയ്യുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ലഹ, അവർക്ക് വേണ്ടി. ബിസ്സഅദി, സഅദ് മാന സഅദ് മഅനിൽ മുഫ്രദാത്തിലുണ്ടത് ആ വാക്ക്. സഅദ്, സൗഭാഗ്യം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫി ഖുർബിഹ വൽ ബുഅദി, അവർ അരികിലാകുമ്പോഴും അകലെയാകുമ്പോഴുമൊക്കെ. എൻ്റെ മാതാവ് അരികിലാകുമ്പോഴും അകലെയാകുമ്പോഴുമൊക്കെ സൗഭാഗ്യത്തിന് വേണ്ടി ഞാൻ അവർക്ക് പ്രാർത്ഥിക്കാറുണ്ട് എന്നതാണ്. ഫഅദ്ഉ ലഹാ ബിസ്സഅദി ഫി ഖുർബിഹാ വൽ ബുഅദി. തുലാബി ഹൽ ഫഹിംതും മദ്മുന ഹാദൻ നളം?
അന ഉഹിബ്ബു ഉമ്മി ഫഹിയ തുസീലു ഹമ്മി. അന ഉഹിബ്ബു ഉമ്മി ഫഹിയ തുസീലു ഹമ്മി. ഞാനുമ്മയെ സ്നേഹിക്കും, അവരെൻ്റെ ദുഃഖം നീക്കും. ഹമ്മ മഴ ഹമ്മ ദുഃഖം. ഫീ ഖൽബിഹൽ ഹനാനു വൽ അത്ഫു വൽ ഇഹ്സാനു. ദയനന്മ വാത്സല്യങ്ങൾ മാതാവിനുള്ളിലുണ്ട്. അസ്ആ ഇലാ റിളാഹാ വബിർറിളാ അൽഖാഹാ. ഉമ്മാൻ്റെ തൃപ്തി നേടാൻ ഉത്സാഹമേറെയുണ്ട്. ഔസ്വാ ബിഹർ റഹ്മാനു ഫീ ഖുർബിഹൽ അമാനു. ഫീ ഖുർബിഹൽ അമാനു, ഇതാണ് നമ്മുടെ ഈ പദ്യത്തിൻ്റെ ഹെഡിങ്ങായി വരുന്നത്. തമാം. വഫദ്ലുഹാ കസീറുൻ വഹഖുഹാ കബീറുൻ. പുലിവേറെയുണ്ടവർക്ക്, കടമകളേറെയുണ്ട്. ഫഅദ്ഉ ലഹാ ബിസ്സഅദി ഫീ ഖുർബിഹാ വൽ ബുഅദി. എവിടെയാണേലുമെൻ്റെ ഉമ്മാക്ക് ഭാഗ്യമേകൂ. അൽഹംദുലില്ലാഹ്, ഈ പദ്യം നന്നായി മക്കൾ ആസ്വദിച്ചു. മനോഹരമായൊരു പദ്യമാണിത്. ഈ പദ്യത്തിൽ ശബ്ദഭംഗിയുള്ള ധാരാളം വാക്കുകളുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചോ? നാം കേൾക്കാറുള്ള പാട്ടുകളും പദ്യങ്ങളും അതിൽ ശബ്ദഭംഗിയുള്ള വാക്കുകൾ നിറച്ച് വെച്ചുകൊണ്ടാണ് ആ പദ്യത്തിൻ്റെ അവതരണം ഉണ്ടാവുക. ഇതാ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കി തരാം. ഈ ശബ്ദഭംഗി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മലയാളത്തിലെ ഒരു കവിത, ഞാനിത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു വർക്ക് വരുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ്. നീണ്ടു വെളുത്ത മെലിഞ്ഞ കുട്ടി, നീ എന്തിനൻ വാലിൽ നൂലു കെട്ടി. ഇവിടെ കവി ശ്രദ്ധിച്ചത് കണ്ടോ? നീണ്ടു വെളുത്ത മെലിഞ്ഞ കുട്ടി. രണ്ടാമത്തെ വരി എങ്ങനെയാണ് അവസാനിക്കുന്നത്? നീ എന്തിനൻ വാലിൽ നൂലു കെട്ടി. ഒരു തുമ്പി കുട്ടിയോട് ചോദിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ 2 വരികൾ പ്രശസ്തനായ ഒരു കവിയുടെ 2 വരികളാണിത്. അപ്പോൾ ആദ്യത്തെ വരിയിൽ കുട്ടി എന്നും രണ്ടാമത്തെ വരിയിൽ കെട്ടി എന്നും കാണും. ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുപരിചിതമായൊരു പാട്ടുണ്ടല്ലോ, പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. ഇവിടെ ശബ്ദഭംഗിക്ക് വേണ്ടി കവി ശ്രദ്ധിച്ചത് ആദ്യത്തെ വരിയിൽ നിന്നോളി, രണ്ടാമത്തെ വരിയിൽ കണ്ടോളി. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള പാട്ടുകളും പദ്യങ്ങളുമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഇനി മക്കൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കണം. കവിതകളും ഗാനങ്ങളുമൊക്കെ ആസ്വദിക്കുമ്പോൾ ഇത്തരത്തിൽ ശബ്ദഭംഗി വരുന്ന വാക്കുകളുടെ ക്രമീകരണം മനസ്സിലാക്കുമ്പോൾ ആ പാട്ടിനെ, ആ പദ്യത്തെ നിങ്ങൾക്ക് കൂടുതൽ ആസ്വാദ്യകരമാകും ആ പാട്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ പദ്യത്തിൽ അന ഉഹിബ്ബു ഉമ്മി, ഉമ്മി വഹിയ തുസീലു ഹമ്മി, ഇവയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ശബ്ദഭംഗി, പ്രാസഭംഗിയുള്ള വാക്കുകൾ അഥവാ അൽ കലിമാതു സജ്ഇയ്യ എന്ന് പറയുന്നു. അപ്പോൾ ഈ പദ്യത്തിൽ അത്തരം ധാരാളം വാക്കുകളുണ്ട്.
ഓരോ വരികളും കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരം സജഇയായ കെലിമത്തുകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നോട്ട് ബുക്കിൽ അൽ കലിമാത്തു സജഇയ്യ എന്ന തലക്കെട്ടിന് താഴെ ഇത്തരം വാക്കുകൾ എഴുതി അധ്യാപകനെത്തിക്കണം. പിന്നെ ഈ പദ്യം നല്ല ഈണത്തിൽ ചൊല്ലി ഘട്ടം ഘട്ടമായി ഇത് മനഃപ്പാടമാക്കാൻ മക്കൾ ശ്രമിക്കുമല്ലോ. ഉൻളുർ ഇല സ്വഫഹത്തി താസിഅ അശർ നുക്മിലു നളുമ യാ അബി അൻത ഫറാ. അടുത്ത വരിയിൽ ഫറാ ഫറാ കരീമു. മൂന്നാമത്തെ വരിയിൽ യാ അബി ഫറാ. അതിൻ്റെ ബാക്കി പകുതിയും ഫറാ. അവസാന വരിയിൽ ഫറാ അൻത ഫറാ. ഈ രൂപത്തിലാണ് ആ പദ്യം നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ തന്നിട്ടുള്ളത്. ഇവിടെ എടുത്തുപയോഗിക്കേണ്ട വാക്കുകൾ ഒരു ദായിറയിൽ കൊടുത്തിട്ടുണ്ട്. ദായിറമാന ദായിറ, വൃത്തം. ദായിറയിൽ വന്ന പദങ്ങൾ എന്തൊക്കെയാണ്? ഹബീബ്, മാന ഹബീബ് കേട്ട് കാണും. വ്യക്തികളുടെ പേരുകളൊക്കെ ആയിട്ട് നിങ്ങൾ നാട്ടിലും ഒക്കെ കേട്ട് കാണും. ഹബീബ്, പ്രിയങ്കരൻ. ഹബീബുൻ ജമ് അഹിബ. പിന്നെ കരീം, ബഹുമാന്യൻ. റഹീം, കരുണയുള്ളവൻ. ലബീബ്, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. മആനിൽ മുഫ്രദാത്തിലുണ്ടത് ആ വാക്ക്. അപ്പോൾ ദായിറയിൽ വന്ന മുഴുവൻ പദങ്ങളും നിങ്ങൾ പരിചയപ്പെട്ടു. ഇതിനെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാസഭംഗിയോടെ റൈമിംഗ് വേർഡ്സുകളായി ചിട്ടപ്പെടുത്തി വന്നാൽ ഇതൊരു മനോഹരമായ പദ്യമാകും. അപ്പോൾ ഇതൊരു വാജിബ മൻസിലിയ ആയി നിങ്ങളിത് ചെയ്യണം. അടുത്തത് നഖ്റഉൽ ആത്തിയ, നഖ്റഉൽ ആയ വനഫ്ഹം. നഖ്റഉൽ ആയ വനഫ്ഹം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. വിശുദ്ധ ഖുർആനിൽ വന്ന മാതാപിതാക്കളോട് നാം അനുവർത്തിക്കേണ്ട, അവർക്ക് വേണ്ടി നാം ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള സൂക്തമാണിത്. സൂറത്തുൽ ഇസ്രായിലെ 24-ാമത്തെ ആയത്താണ്. ചെറുപ്പത്തിൽ ഇവർ രണ്ടുപേരും എന്നെ പൂറ്റി വളർത്തിയതുപോലെ ഇവരിരുവർക്കും റബ്ബേ നീ കരുണ ചെയ്യണമേ എന്ന് നീ പറയുക. ഇതാണ് ആ ആയത്തിൻ്റെ ആശയം. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് ഇരട്ട നേട്ടമാണുള്ളത്. എന്താ ഇരട്ട നേട്ടങ്ങളുള്ളത്? ഒന്ന്, മാതാപിതാക്കൾക്ക് റബ്ബ് കരുണ ചെയ്യും. 2, അല്ലാഹു മാതാപിതാക്കൾക്ക് വേണ്ടി ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൽപ്പന നിർവഹിച്ചതിൻ്റെ പ്രതിഫലവും ലഭിക്കും. അപ്പോൾ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇടയ്ക്കിടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആയത്തിൻ്റെ ഉള്ളടക്കം. തമാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മഅസ്സലാമ. അസ്സലാമു അലൈക്കും.